മാസം മാറി റേഷൻ വാങ്ങിയ 8,000 പേരെ കണ്ടെത്താൻ ശ്രമം. നമുക്ക് വിശദമായി നോക്കാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങാനുള്ള നിർദ്ദേശങ്ങളിലെ ആശയക്കുഴപ്പത്തിനിടെ ഏപ്രിലതും വാങ്ങാതെ മെയ് മാസത്തിലേതും മാത്രം വാങ്ങിപ്പോയ 8,000-ൽ പരം കാർഡ് ഉടമകളെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചു. ഇവർക്ക് ഏപ്രിൽ മാസത്തെ റേഷൻ നഷ്ടമാകാതിരിക്കാൻ വിതരണം മെയ് 5 വരെ നീട്ടാനും കമ്മീഷൻ തീരുമാനിച്ചു. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ ഏപ്രിൽ മെയ് മാസത്തിലെ റേഷൻ ഒന്നിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് ഏപ്രിലിലെ റേഷൻ ഏപ്രിൽ 30 വരെയും മെയ് മാസത്തിലെ റേഷൻ ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെയും വാങ്ങാനായിരുന്നു അവസരമൊരുക്കിയത്. എന്നാൽ ഇ-പോസ് യന്ത്രത്തിൽ വിതരണത്തിന്റെ മാസമായി റേഷൻ കടക്കാർ ഏപ്രിലിന് പകരം മെയ് എന്ന് തിരഞ്ഞെടുക്കുന്നതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത്.